എല്ലാവർക്കും നമസ്കാരം. മൂന്നാമത്തെ ലെസന്റെ അടുത്ത പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. A 3.5 meter long road is to be cut into two pieces. One piece is to be bent into a square and the other into an equilateral triangle. The length of their sides must be the same. How should it be cut? ഒരു 3.5 മീറ്റർ നീളമുള്ള ഒരു കമ്പി എടുത്തു. അതിന് രണ്ട് കഷ്ണാക്കി. ഈക്വൽ അല്ല, അതിനെ എത്രയോ വീതം നീളമുള്ള രണ്ട് ഇതായിട്ട് കട്ട് ചെയ്തു. ഒരു പീസ് വെച്ചിട്ട് ഒരു സ്ക്വയർ ഉണ്ടാക്കി. സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സൈഡ് ഈക്വൽ ആയിരിക്കും അല്ലെ. ബാക്കി പീസ് കൊണ്ട് ഒരു ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കി. ഈക്വലേറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സൈഡ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ഉണ്ടാക്കി. ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡും സ്ക്വയറിന്റെ ഒരു സൈഡും മസ്റ്റ് ബി ഈക്വൽ ആയിരിക്കണം എന്ന് നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ ഈ റോഡ്, ഈ കമ്പീനെ എത്രയിൽ വെച്ചിട്ടായിരിക്കണം കട്ട് ചെയ്തിട്ടുണ്ടാവുക? എത്ര വീതമായിട്ടായിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുക? മനസ്സിലായില്ലേ? ചോദ്യം മനസ്സിലായില്ലേ? അപ്പോ ഇത് നമുക്ക് എക്സ് വൈ ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം. അത് കോംപ്ലിക്കേഷൻ അല്ല. അതായത് രണ്ട് പീസുകളാക്കിയിട്ടാണ് നമ്മൾ മാറ്റണത് ഈ കമ്പീനെ. അപ്പൊ ഒരു ലെങ്ത് എക്സ് ആയിട്ട് എടുത്തു, ഒരു ലെങ്ത് വൈ ആയിട്ട് എടുത്തു. അപ്പോ എന്ത് വരും? ആയിട്ട് തന്നെ കിട്ടും എക്സ് പ്ലസ് വൈ ഈക്വൽസ് 350 സെന്റിമീറ്റർ. അതായത് 3.5 മീറ്റർ ആണ്. മീറ്റർ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിൽ നമ്മൾ 350 സെന്റിമീറ്റർ ആക്കി വെക്കുകയാണ്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോ എക്സ് പ്ലസ് വൈ ഈക്വൽസ് 350 സെന്റിമീറ്റർ എടുക്കുക. പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനേക്കാളും എനിക്ക് തോന്നുന്നു എളുപ്പം അതായത് ഒരു പീസ് കൊണ്ട് ഉണ്ടാക്കിയത് ഒരു സ്ക്വയർ ആണ്. അപ്പൊ ഇതിന്റെ എ ആണ് നീളമെങ്കിൽ ഇതും എ ആണ്, ഇതും എ ആണ്, ഇതും എ ആണ് അല്ലെ. ഇനി ഉണ്ടാക്കിയിരിക്കുന്നത് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ആണ്. ബാക്കി പീസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് തന്നെയാണ് ഇതിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എ തന്നെയായിരിക്കും ഇതും. ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ 3 സൈഡും എ തന്നെയാണ്. മനസ്സിലായ? അപ്പൊ ഇത് അതായത് മൊത്തം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന രണ്ട് സാധനങ്ങളുടെ സൈഡുകളൊക്കെ ഈക്വൽ ആയിരിക്കണം എന്ന് പറയുന്നു. അപ്പോ ഇതൊക്കെ കൂടി ആഡ് ചെയ്യുമ്പോ ഈ സൈഡ് പ്ലസ് ഈ സൈഡ് പ്ലസ് ഈ സൈഡ് പ്ലസ് ഈ സൈഡ് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത്, അല്ല മൊത്തം ഇപ്പൊ ഇവിടെ 4 സൈഡുണ്ട്, 3 സൈഡുണ്ട്, ഒക്കെ ഈക്വൽ ആണ്. അങ്ങനെ മൊത്തം 7 സൈഡുകൾ കൂടി ആഡ് ചെയ്യുമ്പോ കിട്ടുന്നത് എത്ര വേണം? 350 സെന്റിമീറ്റർ ആയിരിക്കണം. അപ്പൊ അത് വെച്ച് ചെയ്താൽ പോരാ. അപ്പൊ എളുപ്പം ഉത്തരം കിട്ടും. അപ്പോ എല്ലാം കൂടി ആഡ് ചെയ്യാൻ വേണ്ടി എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എ, അതായത് 7a അല്ലെ. 7 എകളുണ്ട് മൊത്തം. അപ്പൊ 7a അല്ലെങ്കിൽ ഇതിനെ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 7x ഈക്വൽസ് 350 സെന്റിമീറ്റർ ആണ്. Therefore a ഈക്വൽസ് 350 ഡിവൈഡഡ് ബൈ 7. അപ്പോ 7 35 5 0. അപ്പൊ എത്ര വന്നു? 50 സെന്റിമീറ്റർ ആണ് എ എന്ന് പറയുന്നത്. എയുടെ നീളം. അപ്പൊ ഒരു സൈഡ്, the length of one side of the square and equilateral ട്രയാങ്കിളിന്റെയും സ്ക്വയറിന്റെയും ഒരു സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ആണ്. അപ്പൊ സ്ക്വയറിന്റെ എത്ര വരും? സ്ക്വയറിന്റെ പെരിമീറ്റർ, അതായത് മൊത്തം സ്ക്വയർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആ കമ്പിയുടെ ലെങ്ത് അപ്പൊ എത്ര വരാ? 4a അല്ലെ. അതായത് 4 into എയുടെ നീളം നമുക്ക് 50 കിട്ടിയിട്ടുണ്ട്. അപ്പൊ എത്ര വരും? 200 സെന്റിമീറ്റർ. 200 സെന്റിമീറ്റർ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഈക്വൽസ് 2 മീറ്റർ എന്ന് എഴുതാം. 2 മീറ്റർ. ഇനി അതുപോലെ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് എകൾ എത്ര എ വന്നു? 3a വന്നു. ഒരു എ എന്ന് പറഞ്ഞാൽ 50 ആണ് നമുക്ക് കിട്ടി. 3a ഈക്വൽസ് 3 into 50 ഈക്വൽസ് 150 സെന്റിമീറ്റർ, അതായത് 1.5 മീറ്റർ കിട്ടിയില്ലേ? അപ്പൊ 3.5 മീറ്റർ നീളം ഉണ്ടായിരുന്ന ഒരു കമ്പീനെ 2 മീറ്ററും ആക്കി, ബാക്കിയുള്ളത് 1.5 മീറ്റർ. അങ്ങനെ മൊത്തം 2 3 3.5 മീറ്റർ മൊത്തം നീളമുള്ള കമ്പീനെ എത്ര വീതമായിട്ടാണ് മുറിച്ചത്? 2 മീറ്റർ ആൻഡ് 1.5 മീറ്റർ. 2 മീറ്ററിനെ വളച്ചിട്ട് 50 അര മീറ്റർ, അതായത് 50 സെന്റിമീറ്റർ വീതം നീളമുള്ള ഒരു സ്ക്വയറും ആക്കി. ബാക്കിയുള്ള 1.5 മീറ്ററിനെ വളച്ചിട്ട് അര മീറ്റർ വീതം, അതായത് 50 സെന്റിമീറ്റർ വീതമുള്ള ഒരു ഈക്വലേറ്ററൽ ട്രയാങ്കിളും ആക്കി. അപ്പൊ ഒക്കെ ഈക്വൽ ആയില്ലേ? ശരി, മനസ്സിലായില്ലേ? ഈ ആക്ടിവിറ്റിയിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ. The distance traveled in t seconds by an object starting with a speed of u meter per second and moving along a straight line with speed increasing at the rate of a meters per second. Every second is given by ut plus half at square meters. An object
Moving in this manner travels 10 meters in 2 seconds and 28 meters in 4 seconds. With what speed did it start? At what rate does its speed change? Question കേൾക്കുമ്പോൾ ടെൻഷൻ അടിക്കണ്ട. ഇത് നമ്മൾ ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവോ? പഠിച്ചിട്ടുണ്ടാവില്ല, പഠിക്കാൻ പോകുന്നുണ്ടാവണം. അതായത് ഡിസ്റ്റൻസ് ട്രാവൽ, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റ് ഒരു പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിലുമാണ് എന്ന് വിചാരിക്കും. ഒരു ഒബ്ജക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ മൂവ് ചെയ്യാണ്. മൂവ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അതിന് ഒരു സ്പീഡ് ഉണ്ടായിരിക്കും. ആ സ്റ്റാർട്ടിങ്ങിലുള്ള സ്പീഡാണ് യു മീറ്റർ പെർ സെക്കൻഡ്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിനുണ്ടായിരുന്ന സ്പീഡ് എത്രയായിരുന്നു? യു മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്റ്റാർട്ടിങ്ങിലത്തെ അതിന്റെ സ്പീഡ്. അങ്ങനെ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ആ ഒബ്ജക്റ്റിന് വരുന്ന വെലോസിറ്റിയിൽ വരുന്ന മാറ്റം, അതിന്റെ സ്പീഡ് എന്താ പറയാ, സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ സ്പീഡിലല്ല അത് മൂവ് ചെയ്യുന്നത്. അത് എ മീറ്റർ പെർ സെക്കൻഡ് എന്ന രീതിയിൽ അത് കൂടി വരികയാണ്. അങ്ങനെ ആ ഒബ്ജക്റ്റ് ടി സെക്കൻഡ്, അത്രയും സമയം അത് മൂവ് ചെയ്തു. അങ്ങനെ മൂവ് ചെയ്താൽ അത് ടി സെക്കൻഡ് കൊണ്ട് അത് എത്ര ഡിസ്റ്റൻസ് ആ ഒബ്ജക്റ്റ് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഡി ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നല്ലത് മനസ്സിലായ? ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ്. ടി സെക്കൻഡ് കൊണ്ട് ആ വസ്തു മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ആണ് ഈ ഫോർമുല. ഡിസ്റ്റൻസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. പക്ഷെ ആ ഒബ്ജക്റ്റിന്റെ പ്രത്യേകത എന്താ? ആ ഒബ്ജക്റ്റ് ഒരേ സ്പീഡിലല്ല മൂവ് ചെയ്യുക. അത് സ്റ്റാർട്ടിംഗ് ലൈനിന്റെ സ്പീഡ് യു ആണ്. പിന്നെ അതിന്റെ സ്പീഡ് കൂടി വരും. ആ കൂടിക്കൊണ്ടിരിക്കുന്ന റേറ്റ് ആണ് എ. അങ്ങനെ അത് മൂവ് ചെയ്ത് ടി സെക്കൻഡ് സമയം കൊണ്ട് അത് മൂവ് ചെയ്ത് അത് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതാണ് ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു മാനറിൽ, ഇൻ ദിസ് മാനർ an object moving, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ്. അപ്പൊ അത് മൂവ് ചെയ്തത് 10 meters in 2 seconds. 10 meter, അതായത് എത്ര മീറ്റർ അത് കവർ ചെയ്തു? അതായത് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. 10 meter ആണ് അത് കവർ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ്. എത്ര സെക്കൻഡ് കൊണ്ട്? 2 സെക്കൻഡ് കൊണ്ട്. അപ്പൊ അവിടെ ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്, ടിയും തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? 2 സെക്കൻഡ് കൊണ്ട് ഒരു വസ്തു 10 meter കവർ ചെയ്തു. അപ്പൊ ദൂരം തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 10 meter, ആൻഡ് സമയം തന്നിട്ടുണ്ട് 2 സെക്കൻഡ്. ഇതേ വസ്തു തന്നെ ഇതേ രീതിയിൽ മൂവ് ചെയ്യാണ്. അപ്പൊ 4 സെക്കൻഡ് കൊണ്ട് 28 meter കവർ ചെയ്തു. അപ്പൊ രണ്ടാമത്തേല് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 28 meter ആണ്. 28 meter ഈ വസ്തു, ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്തു. ആൻഡ് എത്ര സമയം കൊണ്ടാണ്? ടി തന്നിട്ടുണ്ട്. എത്ര സെക്കൻഡ് ആണ്? 4 സെക്കൻഡ് ആണ്. 4 സെക്കൻഡ് സമയം കൊണ്ട് 28 meter ഡിസ്റ്റൻസ് ആണ് ഈ വസ്തു കവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടേ? വിത്ത് വാട്ട് സ്പീഡ് ഡിഡ് ഇറ്റ് സ്റ്റാർട്ട്? ഈ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോ, ഇതിന്റെ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഇതിന്റെ സ്പീഡ് എത്രയായിരുന്നു? സ്റ്റാർട്ടിംഗ് സ്പീഡിനെ നമ്മൾ എന്താ പറയാ? യു. മനസ്സിലായില്ലേ? അപ്പൊ അതും കണ്ടുപിടിക്കണം. അറ്റ് വാട്ട് റേറ്റ് ഡസ് ഇറ്റ് സ്പീഡ് ചേഞ്ച്? അത് ഓരോ സെക്കൻഡിലും അതിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചേഞ്ച് ചെയ്യുന്നതിന്റെ റേറ്റിനെ പറയുന്നതാണ് എ മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ്ങിലെ സ്പീഡ് എത്രയായിരുന്നു? അത് ഓരോ സെക്കൻഡിലും കൂടി വന്ന് ഇൻക്രീസ് ചെയ്തിട്ടുള്ളതിന്റെ ആ സ്പീഡിന്റെ റേറ്റ് എത്രയാണ്? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യുവും എയും ആണ്. മനസ്സിലായി? 2 തരത്തിൽ തന്നിട്ടുണ്ട്. അതായത് 2 സെക്കൻഡ് കൊണ്ട് 10 meter കവർ ചെയ്തു. ഇതേ മാനറിൽ 4 സെക്കൻഡ് കൊണ്ട് 28 meterഉം കവർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും ഈ ഒരു ഇക്വേഷൻ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറഞ്ഞിരിക്കുന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ 2 ഇക്വേഷൻസ് ഉണ്ടാക്കണം. അങ്ങനെ 2 ഇക്വേഷൻസ് ഉണ്ടാക്കിയിട്ട് അതിനെ സോൾവ് ചെയ്തിട്ട് നമുക്ക് യുവും എയും കണ്ടുപിടിക്കാം. ചോദ്യം മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോണു? ഡി ആയത്തെടുക്കാം. ഡി എന്ന് പറയുന്നത് 10 meter. 10 meter ഈക്വൽസ് യു നമുക്ക് അറിയില്ല. ടി എത്രയാണ്? 10 meter കവർ ചെയ്തത് എത്ര സെക്കൻഡ് കൊണ്ടാണ്? 2 സെക്കൻഡ് കൊണ്ടാണ്. ഇൻറ്റു 2 പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എ നമുക്ക് അറിയില്ല, എ നമുക്ക് കണ്ടുപിടിക്കണം. ഈ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 meter കവർ ചെയ്തത് 2 സെക്കൻഡ് കൊണ്ടാണ്. അപ്പം ഇൻറ്റു
ടി സ്ക്വയർ എന്നവർക്കുള്ളത്. അപ്പൊ 2 സ്ക്വയർ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര വരാം? 10 മീറ്റർ ഈക്വൽസ് 2 ഇൻറ്റു യു എന്ന് പറയുമ്പോൾ 2u പ്ലസ് ഹാഫ് ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 അല്ലേ? അപ്പൊ 2ഉം 2ഉം വെട്ടിപ്പോയി, ബാക്കിയുള്ളത് 2a. a ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2a. അപ്പൊ ഒരു ഇക്വേഷൻ കിട്ടി. 2u പ്ലസ് 2a ഈക്വൽസ് 10 മീറ്റർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ, ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി രണ്ടാമതായിട്ട് സെയിം ഇക്വേഷനിൽ ഡിയും ടിയും മാറ്റി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. അതായത് 28 മീറ്റർ ആണ് കവർ ചെയ്തത്. 28 ഈക്വൽസ് എത്ര സെക്കൻഡ് കൊണ്ടാണ്? 4 സെക്കൻഡ് കൊണ്ടാണ്. അപ്പൊ യു ടി എന്ന് പറഞ്ഞാൽ യു നമുക്കറിയില്ല, യു കണ്ടുപിടിക്കണം. ടി ഇവിടെ ടി വന്നിരിക്കുന്നത് 4 ആണ്. പ്ലസ് ഹാഫ് ഇൻറ്റു എ നമുക്കറിയില്ല, ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ, അതായത് 4 ഇൻറ്റു 4. 2 4 2 പ്രാവശ്യം, 2 ഇൻറ്റു 4 8a. അപ്പൊ എന്ത് വന്നു? 28 മീറ്റർ ഈക്വൽസ് 4u, u ഇൻറ്റു 4 4u പ്ലസ് 8a എന്ന് പറയുന്ന രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. അപ്പൊ എത്രയാ? 4u പ്ലസ് 8a ഈക്വൽസ് 28 മീറ്റർ. ഒന്നും ഇതിലിടണ്ട. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇപ്പൊ നമ്മൾ എക്സും വൈയും പോലെ യു എ എന്ന് പറയുന്ന രണ്ട് വേറെ ലെറ്റേഴ്സ് വന്നിട്ടുള്ളതെന്ന് മാത്രമല്ലോ. നമ്മൾ ചെയ്തോടുന്ന പ്രോബ്ലം പോലെ തന്നെയാണ്. എക്സ് വൈ എന്ന് പറയുന്ന അതേപോലെ തന്നെ ഇപ്പോഴും എക്സും വൈയും തന്നെ വേരിയബിൾ ഇട്ടിട്ട് നമുക്ക് ചെയ്യണമെന്നില്ല, വേറെ അക്ഷരങ്ങൾ വരും. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് യുവും എയും ആണ് മാത്രം. അപ്പൊ ഇതിന് രണ്ടിനും ഒന്നുകിൽ പ്ലസോ മൈനസോ ചെയ്തിട്ട് നമുക്ക് ഇതിലത്തെ ഒന്നുകിൽ യുവിന്റെ ഭാഗം കളയാം, അല്ലെങ്കിൽ എയുടെ ഭാഗം കളയാം. അപ്പൊ രണ്ടും ഒരുപോലെയാണ്. അവിടെ 2u, ഇവിടെ 4u ആണ് അല്ലെ? അപ്പൊ 4uവിൽ നിന്ന് 2u മൈനസ് ചെയ്താൽ ബാക്കി 2 വരും. അപ്പൊ u പോവില്ല. ഇനി ഇത് മൈനസ് ചെയ്യുമ്പോൾ 8a മൈനസ് 2a എന്ന് പറയുമ്പോൾ ബാക്കി 6a വരും. അപ്പൊ എയുടെ പോർഷനും പോവില്ല. പോണമെങ്കിൽ എന്താണോ, ഒന്നുകിൽ ഇവിടെ 8a ഇവിടെ 8a വരണം, അല്ലെങ്കിൽ ഇവിടെ 4u കാരണം ഇവിടെ 4u വരണം. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഒരു കാര്യം യുവിനെ കളയാം. ഏതിനെ കളയേണ്ടതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. യുവിനെ കളയാം. യുവിനെ കളയണമെങ്കിൽ ഇവിടെ 4u വരണം. 2u എന്നുള്ളത് 4 ആവണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണേ? ഇക്വേഷൻ 1നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികൾ തെറ്റിയിട്ട് ഇത് മാത്രം 4u ആക്കും, ഇത് 2a ഇത് 10 എഴുതിയേക്കും. അപ്പൊ അങ്ങനെ തന്നെ തെറ്റി. അപ്പൊ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇതിനെയും മൂന്നിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ 2u ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 4u പ്ലസ് 2a ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 4a ഈക്വൽസ് 10 ഇൻറ്റു 2 20. അപ്പൊ നമുക്ക് അങ്ങനെ മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടി, മൂന്നാമത്തെ. പക്ഷെ ഒന്നും സെയിം ആണ്, വാല്യൂ ചേഞ്ച് ഇല്ലേ, സെയിം ആണ്. നമുക്ക് മൈനസ് ചെയ്തിട്ട് നമുക്ക് ഒരു വേരിയബിളിനെ കളയാനുള്ള എളുപ്പത്തിന് നമ്മൾ ചെയ്തതാണ് ഇങ്ങനെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ? രണ്ടാമത്തേൽ നിന്നും മൂന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യണം. ഏതാണ് വലിയ ഇക്വേഷൻ നോക്കാം, അത് വേണം. ചിലപ്പോൾ നമുക്ക് ഇൻഡു ചെയ്ത് കിട്ടുമ്പോൾ ഈ മൂന്നാമത്തെ ഇക്വേഷൻ ആവും വലുതാവാം. അപ്പൊ അത് മുകളിലിട്ടിട്ട് രണ്ടാമത്തെ താഴത്തിട്ടിട്ട് ചെയ്യാം. മനസ്സിലായോ? ഇത് വലുതാണ്, കണ്ടാറിയാം അല്ലേ? ഇത് 8a 28 എന്നൊക്കെ പറഞ്ഞ വലിയ നമ്പറുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ മുകളിലുണ്ട്. ഇനി എന്ത് ചെയ്യണം? മൈനസിന് നമ്മൾ പ്ലസ് ആക്കിയിട്ട് ഇതിന്റെ ചിഹ്നം മാറ്റി 28ഉം 20ഉം കൂടി ആഡ് ചെയ്യാൻ വന്നു. അല്ലെങ്കിൽ 28ൽ നിന്ന് 20 മൈനസ് ചെയ്തു. അപ്പൊ എത്ര കിട്ടും? 8a നിന്ന് 4a മൈനസ് ചെയ്തു. അപ്പൊ 4a അല്ലെങ്കിൽ പ്ലസ് a പ്ലസ് മൈനസ് 4a. അപ്പൊ പ്ലസും മൈനസും തമ്മിൽ ആഡ് ചെയ്യാൻ വന്ന വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്തിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം. അപ്പൊ 8ൽ നിന്ന് 4 മൈനസ് ചെയ്തു. 8ന്റെ ചിഹ്നം പ്ലസ് ആണ്, അത് കിട്ടും. 4uം അങ്ങനെ വെട്ടിപ്പോയി 0. 4a ഈക്വൽസ് 8 കിട്ടി. ദെൻ a ഈക്വൽസ് 8/4 ഈക്വൽസ് 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ a കിട്ടിയ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒബ്ജക്റ്റിന്റെ റേറ്റ്, സ്പീഡ് കൂടി ഓരോ സെക്കൻഡിലും ഈ ഒബ്ജക്റ്റിന്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്ര വെച്ചിട്ടാണ് ഓരോ സെക്കൻഡിൽ ഈ ഒബ്ജക്റ്റിന്റെ സ്പീഡ് കൂടുന്നത്? 2 മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ടാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ഫസ്റ്റ് സെക്കൻഡില് 5 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് മൂവ് ചെയ്യാൻ തുടങ്ങിയ ഒബ്ജക്റ്റിന്റെ നെക്സ്റ്റ് സെക്കൻഡില് 5 എന്നുള്ളത് എത്രയും മാറും? 7 മീറ്റർ പെർ സെക്കൻഡ് ആവും അടുത്ത സെക്കൻഡിൽ അതിന്റെ സ്പീഡ്. നെക്സ്റ്റ് സെക്കൻഡിൽ എത്രയാവും? 7 × 9 സെക്കൻഡ്. അങ്ങനെ 2 മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് ഈ ഒബ്ജക്റ്റിന്റെ സ്പീഡ് കൂടി വരും. അതാണ് എ. ഇനി ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തെ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ അതിന്റെ സ്പീഡ് എത്രയാണ്? അതാണ് യു കണ്ടുപിടിക്കണം.
യു കണ്ടുപിടിക്കാനായിട്ട് 2 എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. 2u a equals 2 meter per second എന്നത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് a equals 2 meter per second in equation 1. ഇക്വേഷൻ 1 നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 2u plus 2a 2u plus 2a എന്നുള്ളത് നമുക്ക് ഇനി 2 ഇട്ട് കൊടുക്കാം അല്ലെ. 2 into 2 ഈക്വൽസ് എത്രയാ 10 അതല്ല ഒന്നാമത്തെ ഇക്വേഷൻ. അപ്പൊ 2u plus 2 into 2 4 equals 10. Then 2u equals 10. 4 അപ്പുറത്തേക്ക് പോയി minus 4 equals 6. Then u equals 6 divided by 2 equals 3 meter per second. അപ്പൊ നമുക്ക് u കിട്ടി. അപ്പൊ ഈ ഒബ്ജക്റ്റിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ സ്പീഡ് എത്രയായിരുന്നു? 3 സെന്റിമീറ്റർ ആയിരുന്നു. 3 മീറ്റർ പെർ സെക്കൻഡ് 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന സ്പീഡിലാണ് ഇത് യാത്ര ആരംഭിച്ചത്. നെക്സ്റ്റ് സെക്കൻഡിൽ ഇതിന്റെ എത്ര കൂടി? 2 മീറ്റർ പെർ സെക്കൻഡ് കൂടി. നെക്സ്റ്റ് സെക്കൻഡിൽ ഇത് 5 മീറ്റർ പെർ സെക്കൻഡ് ആയി. പിന്നെ സെക്കൻഡിൽ 7 ആയി. പിന്നെ 9, പിന്നെ 11. അങ്ങനത്തെ സെക്കൻഡിൽ ഓരോ സെക്കൻഡിലും അതിന്റെ സ്പീഡ് 2 മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് കൂടി 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 വരും. അപ്പൊ നമുക്ക് യുവും കിട്ടി, സ്റ്റാർട്ടിങ്ങിലത്തെ അതിന്റെ സ്പീഡും കിട്ടി, അതിന്റെ കൂടിക്കൊണ്ടിരിക്കുന്നതിന്റെ റേറ്റും കിട്ടി. മനസ്സിലായില്ലേ?